മതപരമായിട്ടുള്ള റീസൺസ് കൊണ്ട് പലരും ഈ ഇതുപോലെ ആഹാരം ഒഴിവാക്കാറുണ്ട്. വ്രതമെടുക്കുക, അതുപോലെ തന്നെ നൊയമ്പെടുക്കുക. വൈകുന്നേരമാണ് ഈ നൊയമ്പ് മുറിക്കുന്നത്. അതെ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന് ഗുണമുണ്ടാക്കുന്നുണ്ടോ? ചിലര് പറയും അത് ശരീരത്തിന് വളരെ നല്ലതാണെന്ന് പറയും. ഉം, ഉം. അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ശരീരത്തിന് എന്തെങ്കിലും അത് നെഗറ്റീവായിട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം ഒരു ദിവസം മുഴുവൻ ചിലവര് പട്ടിണി കിടക്കും, വെള്ളം പോലും കുടിക്കില്ല. ഇപ്പൊ നോർത്തിലൊക്കെ കറുവാ ചൗക്ക് എന്നും പറഞ്ഞൊരു ചടങ്ങ് തന്നെ ഉണ്ടല്ലോ. ഉം. അപ്പം ഇതൊക്കെ എങ്ങനെയാണ് ശരീരത്തിനെ ബാധിക്കുന്നത്? നമ്മുടെ ഇതുപോലത്തെ മതപരമായ ചടങ്ങുകളൊക്കെ ചെയ്തേക്കണത് എന്തെങ്കിലും ഒരു ബേസിസ് വെച്ചിട്ടായിരിക്കും അതൊക്കെ നിയമിച്ചിട്ടുണ്ടാവുക. ഉം. നമ്മള് പിന്നെ ചിലര് പട്ടിണി കിടക്കുന്ന ടൈപ്പിൽ അത് പോയാൽ എന്നാ നൊയമ്പാണല്ലോ എന്നാ പിന്നെ വെയിറ്റ് കുറച്ചേക്കാന്ന് ഓർത്തിട്ട് അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. ഇപ്പോൾ അത് എല്ലാ മതങ്ങളിലും പല രീതികളിൽ ഈ ഇതുപോലെ നൊയമ്പിന്റെ അത് ഫുൾ ഡേ ഫാസ്റ്റിംഗ് ഉണ്ട്, വെള്ളം പോലും കുടിക്കാതെ ചെയ്യുന്നവരുണ്ട്, ലിക്വിഡ്സ് മാത്രം എടുത്ത് ചെയ്യുന്ന പല പല ഫോംസിലുണ്ട്. ഇതൊക്കെ നമ്മുടെ ബോഡിക്ക് ഇപ്പോൾ ഡിസീസ് കണ്ടീഷൻ ഉള്ള ഇപ്പോൾ റീനൽ ഡിസീസോ അല്ലെങ്കിൽ ഡയബറ്റീസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഡോക്ടേഴ്സിനോട് കൺസൾട്ട് ഇട്ട് മാത്രം ചെയ്യാൻ പറയും. കാരണം ഡീഹൈഡ്രേഷൻ ആയി കഴിഞ്ഞാൽ വരാവുന്ന മറ്റ് അസുഖങ്ങളുണ്ട്. യൂറിൻ ഇൻഫെക്ഷൻ വരാം, അതിന് ആന്റിബയോട്ടിക് എടുക്കേണ്ടി വരും. അപ്പോൾ അത് മറ്റേ കണ്ടീഷനെ ബുദ്ധിമുട്ടാക്കി കഴിഞ്ഞാൽ അത് സങ്കടമാണ്. അപ്പോൾ അങ്ങനെയുള്ളത് ഡോക്ടേഴ്സിനോട് ചോദിച്ചിട്ട് ചെയ്യാൻ പറയും.